നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ച ഡീൽ ആരോപണം കേരളത്തിന്റെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞു എന്നാണ് എസ് സുരേഷിന്റെ പ്രതികരണം. മാത്രമല്ല, ന്യൂനപക്ഷ സമൂഹം കൂട്ടത്തോടെ ബി.ജെ.പിക്കൊപ്പം നിന്നു. അതിനാൽ തന്നെ ഇനിയും കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് എൻ.ഡി.എയും ബി.ജെ.പിയുമാണെന്ന് എസ് സുരേഷ് പ്രതികരിക്കുന്നു. ശ്യാമപ്രസാദിന്റെ റിപ്പോർട്ട് കാണാം. അതിശക്തമായ ജനവിധി നടന്ന മേഖലയാണ് തെക്കൻ കേരളം. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാന കണക്കുകളിലെല്ലാം തന്നെ വളരെ ഉയർന്നൊരു വോട്ടിംഗ് ഗ്രാഫാണ് രേഖപ്പെടുത്തിയത്. ആ ഒരു പ്രതിഫലനം എത്രത്തോളമാണെന്നറിയാൻ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എസ് സുരേഷ് ജനം ടിവിയോട് ചേർന്നു. പ്രധാനമായും വളരെ ഒരു പ്രകടമായ മാറ്റമാണ് ഇത്തവണ പോളിംഗ് ശതമാന കണക്കുകളിലുണ്ടായത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ് ഇന്നലെ കേരളത്തിന്. ഒന്ന്, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പോളിംഗ് നടന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഇത് രണ്ട് രീതിയിലാണ് ബി.ജെ.പി കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു വികാരം കേരളത്തിൽ ഉയർന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്, കഴിഞ്ഞ കുറേ കാലമായിട്ട് എസ് ഐ ആർ എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും SDPIയും അതോടൊപ്പം തന്നെ ജമായത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് ഈ കേരളത്തിൽ നടത്തിയ പ്രചാരണമുണ്ടല്ലോ, ആ പ്രചാരണം ഈ കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞു. SIRന് ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നല്ല പോളിംഗ് നടന്നു എന്നുള്ളത് SIRനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അജണ്ടകൾക്കെതിരായിട്ടുള്ളൊരു തിരിച്ചടിയാണ്. ഈ രണ്ടർത്ഥത്തിൽ ഇന്നലെ നടന്ന പോളിങ്ങിനെ ഞങ്ങൾ വളരെ പ്രാധാന്യം നൽകുന്നു. അത് വളരെ ശുഭകരമായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായം. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായൊരു പോളിംഗ്. 80% മുകളിലേക്ക് നേമം വരുന്നു, കഴക്കൂട്ടം വരുന്നു. ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോഴേക്കും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എത്രത്തോളം ഒരു ഫലപ്രദമായി തന്നെ ഇത്തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്? മുന്നണികൾക്ക് അത് ഗുണമായിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിക്ക് ഗുണകരമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ കേരളത്തിൽ ഉള്ള ഒരു നൂതനമായ ഒരു പുതിയ രാഷ്ട്രീയ സംഭവമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിം സഹോദരന്മാരും മുസ്ലിം സഹോദരിമാരും പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിൽ ആദ്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ശ്രമിച്ചത് ബി.ജെ.പിയുമായിട്ട് LDFന് ഡീലുണ്ട്, കോൺഗ്രസ്സിന് ഡീലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പറഞ്ഞ് ബി.ജെ.പി അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്. പഴയതുപോലെ ഇപ്പോൾ വേവില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിനുശേഷം SDPIയും ജമായത്തുമായിട്ടുള്ള ബന്ധങ്ങൾ കേരളത്തിൽ ചർച്ചയായി. കാരണം കേരളത്തിൽ ഇനി ബി.ജെ.പിയെ വർഗീയ ചാപ്പകുത്തി അകറ്റി നിർത്താൻ സാധ്യമല്ല. വർഗീയ ചാപ്പകുത്തി ബി.ജെ.പിയെ മൂലയിൽ ഒതുക്കാൻ സാധ്യമല്ല. ഫലത്തിൽ നിർണായക ശക്തിയായി ബി.ജെ.പി മാറും തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ബി.ജെ.പി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. ബി.ജെ.പി ഇൻക്ലൂസീവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ബി.ജെ.പി വികസനം പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാ മതങ്ങളുടെയും ജാതിയുടെയും രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പിയാണ്. ആ ബി.ജെ.പി കേരളത്തിൽ അതിൻ്റെ രാഷ്ട്രീയം വെച്ച്, വികസന രാഷ്ട്രീയം വെച്ച് ശക്തിപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. ബി.ജെ.പി നിർണ്ണയിക്കും എങ്ങനെയാണ് ഇനി കേരളം പോകേണ്ടതെന്ന്. ബി.ജെ.പി നിർണ്ണയിക്കാൻ തക്ക അധികാരം ജനങ്ങൾ ബി.ജെ.പിക്ക് നൽകും. അവസാനമായ ഒരു കാര്യം കൂടി, ഈ ഒരു ഘട്ടത്തിൽ ഈ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ മേഖലകളിലും മധ്യമേഖലകളിലെല്ലാം തന്നെ ഒരു വിവാദങ്ങൾ കൊണ്ടൊരു പുകമറ സൃഷ്ടിക്കാനായിട്ട് ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചിരുന്നു. എത്രത്തോളമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണേണ്ടത്? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാലക്കാടായിരിക്കും പ്രധാനമായിട്ടും. പാലക്കാടുണ്ടായ വിവാദം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കാരണം കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പിച്ചച്ചട്ടി എടുക്കുന്ന അമ്മമാരെ സൃഷ്ടിച്ചൊരു സർക്കാരാണ് ഈ സർക്കാർ. ഒരമ്മ വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ വേണം എന്ന് പറയുന്നത് ഈ കേരളത്തെ പടുത്തുയർത്തിയ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരായിട്ടുള്ളൊരു വലിയ ചോദ്യമാണ്. ഈ കേരളത്തിലെ അമ്മമാരുടെ ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരോട് ചില കാരുണ്യം പറയുകയോ അതോടൊപ്പം തന്നെ അവർ ചോദിച്ചതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ ഈ രീതിയിൽ ആ അമ്മയെ അധിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക്, അമ്മയെ അപമാനിക്കുന്ന അവസ്ഥയിലേക്ക്, ഒരു ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഈ നീചമായിട്ടുള്ള ഇടത് വലത് രാഷ്ട്രീയം ഉണ്ടല്ലോ,
ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ അവസാനിക്കേണ്ടത്. ഇതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് പൈസ തന്നിട്ടില്ല, അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പോലും ആ അമ്മയെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയക്കാരിയെ നിങ്ങൾ വിമർശിച്ചോളൂ, ആക്രമിച്ചോളൂ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ അധിക്ഷേപിച്ചോളൂ. പക്ഷേ ഒരു പാവം 80 കഴിഞ്ഞ ഒരമ്മ മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്ന് പറയുന്ന ആ ദയനീയ സാഹചര്യത്തെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഇടതിനെയും വലതിനെയും ഞാൻ അങ്ങേ അതിശക്തമായി വിമർശിക്കുകയാണ്. ഇത് മനുഷ്യത്വത്തിന് ചേർന്ന പണിയല്ല. ഓക്കെ, തൻ്റെ നിലപാടുകളാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. BJP നേതൃത്വത്തിൻ്റെ നിലപാടുകൾ അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം KB ശ്യാമപ്രസാദ്, ജനം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ പ്രതികരണമാണ്. തികഞ്ഞ ആത്മവിശ്വാസം NDA ക്യാമ്പിനുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയിലേക്ക് ഒഴുകിയെത്തുന്നു. കേരളം ഇനിയും ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന രീതിയിലുള്ള ഒരു നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മാറും എന്നാണ് S. സുരേഷ് വ്യക്തമാക്കുന്നത്. ഒരു ഇടവേള കൂടി എടുത്ത ശേഷം മറ്റു വാർത്തകൾ.